ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്തത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മൾ 3 ഹെഡ്സിലേക്ക് ഡിവൈഡ് ചെയ്യലാണ് നമ്മൾ വേണ്ടത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന ക്യാഷ് ഫ്ലോസിനെ എല്ലാം ഈ 3 ഹെഡ്സിലേക്കും ക്ലാസിഫൈ ചെയ്തിട്ട് വേണം നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതിൻ്റെ പ്രൊഫോമിങ് നമ്മൾ പഠിച്ചു, അത് 3 കൂടി ആഡ് ചെയ്യുക. അതിനോട് കൂടി ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അത്രയ്ക്കുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഓരോ ആക്ടിവിറ്റീസിൻ്റെയും അണ്ടറിലെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയാലും ശരി, ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആയാലും ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ഈ 3 അണ്ടറിൽ വരുന്ന ഐറ്റംസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിൽ നമ്മൾ ബിസിനസ്, റെഗുലർ ബിസിനസ്, നോർമൽ ബിസിനസ് ചെയ്തിട്ട് ഏൺ ചെയ്ത ഇൻകമോ അല്ലെങ്കിൽ ചിലവായ എക്സ്പെൻസോ ആണ് നമ്മൾ കാണിക്കേണ്ടത്. സെക്കൻഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ വേറെ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് വരുന്ന ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയുമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അത് ഫിനാൻസിങ്ങിലാണെങ്കിൽ നമ്മൾ ഫണ്ട് കണ്ടെത്താനായിട്ട് ഏതൊക്കെ സോഴ്സസ് യൂസ് ചെയ്തോ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസുമാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ ഡിസ്കസ് ചെയ്തു. അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രൊഫോമിയും പഠിച്ചു. ഇനി നമുക്കിതിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ഹെഡ്സിൻ്റെ അണ്ടറിൽ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ കാൽക്കുലേഷൻ എന്നാണ്. അതായത് നമ്മൾ 3 ഹെഡ്സ് പഠിച്ചു. അതിൽ ഓരോ ഹെഡ്സിൻ്റെ അണ്ടറിലും എങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേതായ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അതാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചത്. ആ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അതിന് മെയിനായിട്ട് 2 മെത്തേഡ്സ് ആണുള്ളത്. നമ്മൾ സ്റ്റെപ്പ് എഴുതിയപ്പോൾ ആ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രൊഫോം എഴുതിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് കാൽക്കുലേറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എയ്തർ ബൈ ഡയറക്റ്റ് മെത്തേഡ് ഓർ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് 2 മെത്തേഡ്സ് ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്ന ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. അതിൽ നമുക്ക് ആദ്യത്തെ മെത്തേഡ് നോക്കാം, ദാറ്റ് ഈസ് ഡയറക്റ്റ് മെത്തേഡ്. അതിൻ്റെ പ്രൊഫോമിയാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 കോളം പ്രൊവൈഡ് ചെയ്യാം. വേണമെങ്കിൽ 3 കോളം, ഇന്നർ കോളം ഔട്ടർ കോളം എന്ന രീതിയിൽ 3 കോളായാലും കുഴപ്പമില്ല. നമ്മൾ എഴുതാം 1 എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് റിസീപ്റ്റ്സ് എഴുതാം. ഇന്നലെ നമ്മൾ ക്യാഷ് റിസീപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് ഇന്നലെ അതിൻ്റെ അണ്ടറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് നോർമൽ ബിസിനസ് നടത്തിയിട്ട് വരുന്ന ഇൻകംസ് ഒക്കെയാണ് അതിൻ്റെ അണ്ടറിൽ വരിക. അതിൽ മെയിനായിട്ട് വരുന്നത് ക്യാഷ് സെയിൽ, നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് സെയിൽസ് നടത്തലാണ്, അപ്പോൾ അത് വരും. ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്, റെഡി ക്യാഷ് സെയിൽ ആണെങ്കിലും ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷ് കിട്ടും. അതും നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് അണ്ടറിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ്. കമ്മീഷൻ, ഫീസ്, റോയൽറ്റി എക്സെട്ര അങ്ങനത്തെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നോർമൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. റീഫണ്ട് ഓഫ് ടാക്സ്, അത് ഞാൻ ഇന്നലെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെല്ലാതും ഉണ്ടാവണമെന്നില്ല, ഒരു ക്വസ്റ്റ്യൻ എല്ലാതും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഏതൊക്കെയാണോ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത് അതൊക്കെ ഇതിൽ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക, അതവിടെ ഇടുക. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് എഴുതാം. അതായത് നമുക്ക് നമ്മുടെ ബിസിനസ്, നോർമൽ ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എക്സ്പെൻസസ് ഒക്കെ മെയിനായിട്ട് വരുന്നത് ക്യാഷ് പർച്ചേസ് വരുന്നുണ്ട്. അതായത് നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് റെഡി ക്യാഷ് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ക്യാഷ് പർച്ചേസ് വരും. ക്യാഷ് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്, നമുക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് പർച്ചേസിനുള്ള അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് ക്യാഷ് പേയ്മെൻറ്റ് നടത്തില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. ദെൻ ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുകയാണെങ്കിൽ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എക്സ്പെൻസസ് ലൈക്ക് വേജസ്, സാലറി, റെൻറ്റ്, ഓഫീസ് എക്സ്പെൻസസ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, അതൊക്കെ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇല്ലേ, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ അതൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ ഏതൊക്കെയാണ്, ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇതുപോലെ റെൻറ്റ്, വേജസ് അങ്ങനെയായിട്ടും തരാം. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്റ്റിൻ്റെയും ടോട്ടൽ കിട്ടി, പേയ്മെൻറ്റിൻ്റെയും ടോട്ടൽ കിട്ടി. ഇനി എന്ത് 3 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് എഴുതാം. ഈ 1ൽ നിന്ന്, റെസിപ്റ്റ്സിൽ നിന്ന് പേയ്മെൻറ്റ് ലെസ് ചെയ്യുക, ദാറ്റ് ഈസ് 1 - 2. ഓക്കെ, 2 ടോട്ടലും കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 2 ടോട്ടലും നമ്മൾ ഡിഫറൻസ് എമൗണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. പിന്നെ ക്വസ്റ്റ്യനിൽ ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം നോക്കുക. ഞാൻ 4 എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് പെയ്ഡ് എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ എമൗണ്ടുകളൊന്ന് നോക്കി കഴിഞ്ഞാൽ ആ എമൗണ്ട് ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്.
അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ലെസ് അല്ലെങ്കിൽ ആഡ് എന്ന് പറഞ്ഞ ടേംസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല, നിർബന്ധമുള്ള കാര്യമാണ്. അതായത് ഞാൻ കഴിഞ്ഞ ഫണ്ട് ഫ്ലോ പറയുമ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെയും ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രൊഫോമയിൽ ഒരിക്കലും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ലെസ് എന്ന് പറഞ്ഞിട്ട് എഴുതി അല്ലെങ്കിൽ ചിഹ്നം ഉപയോഗിക്കുക ആഡ് എന്ന് എഴുതാനോ പാടില്ല. അതിന് പകരം നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടാൽ അതിൻ്റെ അർത്ഥം അത് ലെസ് ചെയ്യാനുള്ള ഫിഗറാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇൻകം ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുറയ്ക്കുക തന്നെയാണ് വേണ്ടത്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന എക്സ്പെൻസ് ആണ്, അപ്പോൾ നമ്മളത് ലെസ് ചെയ്യണം. പക്ഷെ ലെസ് ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് എഴുതാനായിട്ട് പാടില്ല. നമ്മൾ ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് എഴുതിയിട്ട് എമൗണ്ട് കോളത്തിൽ അതിൻ്റെ ഫിഗർ എഴുതുമ്പോൾ അത് ബ്രാക്കറ്റിലാണ് എഴുതേണ്ടത്. അതിൻ്റെ അർത്ഥം ആ എമൗണ്ട് കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എഴുതി ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആ എമൗണ്ട് എഴുതി. അതുപോലെ ഇതിലൊന്നും പെടാത്ത ഏതെങ്കിലും ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റെസിപ്റ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടിയും എഴുതാം. അത് നമുക്ക് റെസിപ്റ്റ്സ് ആണെങ്കിൽ ആഡ് ചെയ്യേണ്ടതാണ്, അപ്പോൾ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും കൂടിയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടി. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീപ്റ്റ്സും എഴുതാം, അതിൽ നിന്ന് എല്ലാ ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് ലെസ് ചെയ്യാം. ഇൻകം ടാക്സ് പെയ്ഡ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും റെസീപ്റ്റ്സ് ഉണ്ടെങ്കിൽ, സാധാരണ അത് വരാറൊന്നുമില്ല, അപ്പോൾ ഇൻകം ടാക്സ് പെയ്ഡ് ലെസ് ചെയ്ത് ബാക്കി കിട്ടുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫോമയായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ഈസ് സബ്സിഡറി അക്കൗണ്ട്സ് ടു ബി പ്രിപ്പയർഡ്. ചിലപ്പോൾ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് തരും. അപ്പം നമ്മൾ അതിൻ്റെ സെപ്പറേറ്റ് അക്കൗണ്ട്സ് വരയ്ക്കണം. അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെങ്കിൽ മാത്രം, അഡീഷണൽ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമ്മളത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ തന്നിട്ട് സാധാരണ ഒരു ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ആണ് തരിക. അത് തന്നിട്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺസേൺഡ് അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് വരും. നമ്മൾ കോമൺ ആയിട്ട് വരയ്ക്കേണ്ടത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് വരാറുണ്ട്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓർ ബിൽസ് പേയബിൾ അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും വരയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതിൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമുക്ക് വരയ്ക്കാൻ അറിയാം, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കാൻ അറിയാം. ഈ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും വരയ്ക്കേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഡെപ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും, റിസീപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ് ഉണ്ടാവും. അത് തന്നിട്ടുണ്ടാവില്ല. അത് കണ്ടുപിടിക്കാനുള്ള ക്ലൂ ആയിട്ടാണ് ഡെപ്റ്റേഴ്സിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും തരുന്നത്. അതുപോലെ ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് ഉണ്ട്. പക്ഷെ അത് തന്നിട്ടുണ്ടാവില്ല. പക്ഷെ അത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ആ അക്കൗണ്ട്സ് വരച്ചിട്ട് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഓർ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് കിട്ടും. അതുപോലെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓർ ബിൽസ് പേയബിൾ അക്കൗണ്ട് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സും കിട്ടും. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് തരാണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ രണ്ട് അക്കൗണ്ട്സ് നമ്മൾ വരയ്ക്കേണ്ടതായിട്ട് വരിക. പിന്നെ നമ്മൾ വരയ്ക്കേണ്ടത് ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണ വരുന്ന ക്യാഷ് ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് എന്ന് പറയുന്നത് വേജസ്, റെന്റ്, സാലറി എക്സെട്ര. അതിനെക്കുറിച്ച് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൺസേൺഡ് അക്കൗണ്ട്സ് വരയ്ക്കണം. ക്വസ്റ്റിൻ്റെ അതായത് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു അക്കൗണ്ടും വരയ്ക്കേണ്ട. പ്രത്യേകം ശ്രദ്ധിക്കുക, അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ അക്കൗണ്ട് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊഫോമയാണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ആദ്യം ചെയ്യേണ്ടത് എക്സ്പെൻസസ് ഇൻ ദ P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് പ്രകാരമുള്ള എക്സ്പെൻസസിന് എമൗണ്ട് ഇതിപ്പോൾ സപ്പോസ് വേജസ് ആണ് വിചാരിക്കുക. അപ്പോൾ ആ വേജസ് P&L അക്കൗണ്ടിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ എത്രയാണ് വേജസ് തന്നിരിക്കുന്നത് അത് എഴുതാം. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ ദ ബിഗിനിങ് ആൻഡ് പ്രീപെയ്ഡ് അറ്റ് ദി എൻഡ്. ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസും തന്നിട്ടുണ്ടാവും, പ്രീപെയ്ഡ് വേജസും തന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ്ങിലത്തെ ബിഗിനിങ്ങും പ്രീപെയ്ഡിലത്തെ എൻഡും ആഡ് ചെയ്യാം. ശ്രദ്ധിക്കരുത് കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ്ങിലത്തെ ബിഗിനിങ്ങും പ്രീപെയ്ഡിലത്തെ എൻഡിൻ്റെയും എമൗണ്ട് ആഡ് ചെയ്യാം. ലെസ് ഞാൻ നേരത്തെ ഓപ്പോസിറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ആൻഡ് പ്രീപെയ്ഡ് ഇൻ ദ ബിഗിനിങ്. എൻഡിലത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങും ബിഗിനിങ്ങിലത്തെ പ്രീപെയ്ഡും ലെസ് ചെയ്യാം. ഓക്കെ,
അപ്പം ഇങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അക്കൗണ്ട് വരയ്ക്കേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം? കൺസേൺഡ് എക്സ്പെൻസസിൽ P&L അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഫിഗർ എഴുതാം. അതിനോട് കൂടി 2 ഐറ്റംസ് ആഡ് ചെയ്യണം, 2 ഐറ്റംസ് ലെസ് ചെയ്യണം. തന്നിട്ടുണ്ടെങ്കിൽ മാത്രം, നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് മാത്രം തരുള്ളൂ, ചിലതിൽ പ്രീപെയ്ഡ് മാത്രമേ തരുള്ളൂ, ചിലതിൽ രണ്ടും തരും. അങ്ങനെയാണെങ്കിൽ ബിഗിനിങ്ങിലത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങും എൻഡിലത്തെ പ്രീപെയ്ഡും ആഡ് ചെയ്യാം. എൻഡിലത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങും ബിഗിനിങ്ങിലത്തെ പ്രീപെയ്ഡും ലെസ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ആ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിന്റെ, സപ്പോസ് ചിലപ്പോൾ വേജസ് ആവാം, ചിലപ്പോൾ രണ്ടാവാം, ഏതായാലും കുഴപ്പമില്ല, അതിന്റെ കറക്റ്റ് എമൗണ്ട് കിട്ടുള്ളൂ. ആ എമൗണ്ട് ആണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എഴുതാൻ പറഞ്ഞില്ല, അവിടെ എഴുതേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പം നമ്മൾ ചിലപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സബ്സിഡറി അക്കൗണ്ട്സുകൾ വരയ്ക്കേണ്ടതായിട്ട് വരും. മെയിനായിട്ടും വരയ്ക്കേണ്ടത് 3 എണ്ണമാണ്: ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അക്കൗണ്ട്. അതിൽ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും കണ്ടുപിടിക്കുന്നത് ക്യാഷ് റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സും ക്യാഷ് പേയ്മെന്റ് ടു സപ്ലയേഴ്സും കണ്ടുപിടിക്കാനാണ്. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിന്റെ അക്കൗണ്ട് വരയ്ക്കുന്നത് നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും കഴിഞ്ഞ് എത്ര എമൗണ്ട് ആണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാനാണ്. അതിന് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിന്റെ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിൽ നിന്നിരിക്കുന്ന ഫിഗറിനോട് കൂടി ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ ദ ബിഗിനിങ്ങും പ്രീപെയ്ഡ് അറ്റ് ദി എൻഡും ആഡ് ചെയ്യുക. ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദി എൻഡും പ്രീപെയ്ഡ് ഇൻ ദ ബിഗിനിങ്ങും ലെസ് ചെയ്തിട്ട് ആ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡീറ്റെയിൽസ് ഒക്കെ അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നാൽ മാത്രം, അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ കുറച്ച് അഡീഷണൽ നോട്ടായിട്ടുള്ളത്: ഓൾ നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ, പ്രിലിമിനറി എക്സ്പെൻസസ്, റിട്ടേൺ ഓഫ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എക്സെട്ര ഷുഡ് ബി അവോയ്ഡഡ്. അങ്ങനത്തെ എക്സ്പെൻസസ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നോൺ ക്യാഷ് ഐറ്റംസ്, അതായത് ക്യാഷ് മൂവ്മെന്റ് ഇല്ലാത്ത ഐറ്റംസ് കുറേ. അതിന് എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്: ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ, റിട്ടേൺ ഓഫ്, പ്രിലിമിനറി എക്സ്പെൻസസ്, റിട്ടേൺ ഓഫ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ഓൾ ട്രാൻസ്ഫർ ടു റിസർവ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, പ്രൊവിഷൻ ഫോർ ടാക്സ് എക്സെട്ര ഷുഡ് ബി അവോയ്ഡഡ്. അതുപോലെ ട്രാൻസ്ഫർ ടു റിസർവ് ഉണ്ടെങ്കിൽ അത്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതൊരു അഡീഷണൽ നോട്ടാണ്. ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്: നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും, നോൺ ക്യാഷ് ഐറ്റംസും, അതുപോലെ ട്രാൻസ്ഫർ ടു റിസർവ്, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പം നമുക്കത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാം. ഇതേപോലെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കലാണ് ക്വസ്റ്റ്യൻ. അതിന് നമുക്കൊരു ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് തന്നിരിക്കുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, അങ്ങനെ എല്ലാ ഐറ്റംസും വെച്ചിട്ടുള്ള ഒരു P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തന്നിട്ടുണ്ട്. നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയാൽ അപ്പോൾ ആദ്യം എല്ലാവരും ഇത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക, തെറ്റിക്കാണ്ട് എമൗണ്ടുകളൊന്നും തെറ്റിക്കാണ്ട് എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ഐറ്റംസ് ആണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യം ഉള്ളതും ഇല്ലാത്തതും നമ്മൾ തരംതിരിക്കണം. ഓക്കെ, അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്. നമ്മൾ നേരത്തെ പ്രൊഫോമ എഴുതിയപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഐറ്റംസ് ഒരു സ്ഥലത്തും ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ പർച്ചേസിൻ്റെ ആവശ്യമുണ്ട്. കാരണം പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ്, അപ്പോൾ ക്യാഷ് പേയ്മെൻറ്റിലാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് എന്ന് എഴുതാം അതിൻ്റെ സൈഡിൽ. ഓക്കെ, ദെൻ വേജസ്, ആഡ് ഔട്ട്സ്റ്റാൻഡിങ്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരുന്നുവെങ്കിൽ, ഈ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കണമായിരുന്നു. പക്ഷെ ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും തരാത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അക്കൗണ്ട് ഒന്നും വരയ്ക്കും വേണ്ട. അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേ വേണ്ട. അതായത് ആ വേജസ് എന്ന് പറഞ്ഞിട്ട് ലെസ് ചെയ്യുന്നേക്കാളും മുമ്പത്തെ എമൗണ്ട് ഇല്ലേ 20,000, അതാണ് നമ്മൾ എഴുതേണ്ടതായിട്ട് വരിക. അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനത്തെ ഒരു ഐറ്റത്തിൻ്റെ ആവശ്യമില്ല. വേജസ് എന്ന് പറഞ്ഞു ആ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞത് കൺസിഡർ ചെയ്യേണ്ട. ആ ആഡ് ചെയ്യുന്നേക്കാളും മുമ്പത്തെ എമൗണ്ട് ആയ 20,000 ആണ് നമ്മൾ അവിടെ എഴുതേണ്ടതായിട്ട് വരിക. ദെൻ അതുപോലെ തന്നെ സാലറി, അത് നമ്മുടെ എക്സ്പെൻസ് ആണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. നമ്മൾ ഏത് സൈഡിൽ എഴുതണം? നമ്മൾ ക്യാഷ് പേയ്മെൻറ്റിൻ്റെ അണ്ടറിൽ എഴുതണം. വേജസും എഴുതണം, സാലറി എഴുതണം, റെൻ്റ് എഴുതണം. റെൻറ്റും നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 3 ഐറ്റംസ് എഴുതുമ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റിനേക്കാൾ മുമ്പ് വേജസിലും സാലറിയിലും ലെസ് ആഡ് ചെയ്യുന്നേക്കാളും മുമ്പത്തെയും അതുപോലെ റെൻറ്റിൽ ലെസ് ചെയ്യുന്നേക്കാളും മുമ്പത്തെ എമൗണ്ടുകൾ എഴുതിയാൽ മതി. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യം ഇല്ല.
ദെൻ അടുത്തത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അത് നമ്മുടെ എന്ത് തന്നെയാണ്, ക്യാഷ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ക്യാഷ് പേയ്മെൻ്റ് അണ്ടറിൽ എഴുതണം. ഡിപ്രീസിയേഷൻ എന്താണ്, ഒരു നോൺ ക്യാഷ് ഐറ്റം ആണ്. നമ്മൾ നേരത്തെ നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാ നോൺ ക്യാഷ് ഐറ്റംസും നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേ വേണ്ട. സെല്ലിംഗ് എക്സ്പെൻസസ് ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ നമ്മൾ അതിവിടെ ക്യാഷ് പേയ്മെൻറ്റിൻ്റെ അണ്ടറിൽ എഴുതണം. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, നമുക്ക് അസറ്റ് വിറ്റപ്പോൾ നഷ്ടമുണ്ടായി. അസറ്റ് വിറ്റപ്പോൾ നഷ്ടമുണ്ടായത് നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ല. നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞത് അസറ്റ് വിൽക്കലല്ല. അപ്പോൾ അതെന്താണ്, അത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, നമ്മളിവിടെ എടുക്കേണ്ട ആവശ്യം ഇല്ല. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സ്, നമ്മൾ നേരത്തെ എഴുതിയ എല്ലാ പ്രൊവിഷൻ ഫോർ ടാക്സും പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റും ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എല്ലാം എക്സ്പെൻസുകളാണ്. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ കിട്ടിയ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് ക്യാഷ് പേയ്മെൻറ്റ്സിൻ്റെ അണ്ടറിൽ വരണമെന്ന് നോക്കുക. ബിസിനസ്സുമായിട്ട് നേരിട്ടിട്ട് ബന്ധമുള്ള പേയ്മെൻറ്റ്സ് മാത്രം കൺസിഡർ ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കുക. ഇനി അടുത്തത് ക്രെഡിറ്റ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡിലുള്ളതൊക്കെ എന്താണ്, ഇൻകം ആണ്. അതായത് ക്യാഷ് റെസീപ്റ്റ്സിൻ്റെ അണ്ടറിൽ എഴുതേണ്ട ഐറ്റംസ് ആണ്. ഒന്നാമത്തെ നോക്കുക സെയിൽസ് നമ്മുടെ റെസീപ്റ്റ്സ് ആണ്. അത് നമ്മൾ ഏതിൻ്റെ അടിയിൽ എഴുതണം, ക്യാഷ് റെസീപ്റ്റ്സിൻ്റെ അണ്ടറിൽ എഴുതണം. നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്, അപ്പോൾ അതവിടെ എഴുതണം. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഒരിക്കലും എടുക്കേണ്ട ആവശ്യമില്ല. ഓപ്പണിംഗ് സ്റ്റോക്കും എടുക്കണ്ട, ക്ലോസിംഗ് സ്റ്റോക്കും എടുക്കണ്ട. അടുത്തത് ഡിവിഡൻഡ് റിസീവ്ഡ് നമ്മുടെ ഒരു ഇൻകം ആണ്, പക്ഷെ എന്തല്ല, ഓപ്പറേറ്റിംഗ് ഇൻകം അല്ല. കാരണം നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് റിസീവ് ചെയ്യലല്ല. നമ്മൾ ഡിവിഡൻഡ് എങ്ങനെ റിസീവ് ചെയ്യാം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നമ്മൾക്ക് ഇൻകം കിട്ടുമ്പോഴാണ് നമ്മൾ ഡിവിഡൻഡ് റിസീവ് ചെയ്യുക. അത് ഈ സ്റ്റെപ്പിലെല്ലാം എടുക്കണം. നമുക്ക് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിന് അണ്ടറിൽ എടുക്കാം, ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതുകൊണ്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഡിവിഡൻഡ് റിസീവ്ഡ് നമ്മൾ എടുക്കണ്ട. അപ്പോൾ നമുക്ക് ആകെ ക്യാഷ് റെസിപ്റ്റിൻ്റെ അണ്ടറിൽ ആകെ ഒരു ഐറ്റം മാത്രമേ എഴുതാനുള്ളൂ, സെയിൽസിൻ്റെ എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യലാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ എടുക്കണം ഏതൊക്കെ എടുക്കണ്ട, എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഓപ്പറേറ്റിംഗ് പേയ്മെൻറ്റിൻ്റെ അണ്ടറിൽ എഴുതുക, എല്ലാ ഓപ്പറേറ്റിംഗ് ഇൻകംസും ഓപ്പറേറ്റിംഗ് റെസിപ്റ്റ്സിൻ്റെ അണ്ടറിലും എഴുതലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കിനി വേഗം പ്രോബ്ലം ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങാം. പ്രൊഫോമ വരയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് 2 കോളമായിട്ട് വരയ്ക്കാം. ഇന്നർ കോളം ഔട്ടർ കോളം ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ രീതിയിൽ വരച്ചു എന്നുള്ള, അപ്പോൾ കുറച്ചും കൂടിയും കൺഫ്യൂഷൻസ് ഒഴിവാക്കും. എല്ലാത്തിൻ്റെ ഐറ്റംസ് എഴുതിയിട്ട് ബാക്കി പുറത്തേക്ക് എടുത്തിട്ടാൽ മതി. അപ്പോൾ എഴുതുക പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് 1 പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീപ്റ്റ്സ് എന്ന് എഴുതുക. നമുക്ക് ആകെ ഒരു ഐറ്റം നേരത്തെ കിട്ടിയിട്ടുള്ളത് എന്തായിരുന്നു, ക്യാഷ് സെയിൽസ് ആയിരുന്നു. 3 lakhs ആണ് എമൗണ്ട്, അത് എഴുതി. ദെൻ വേറെ ഒന്നുമില്ല, നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ വേറെ ഒരു ഐറ്റംസും ഇല്ല, അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും തന്നിട്ടില്ല. ഇപ്പോൾ വേറെ ഒന്നും എഴുതാനില്ല. ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക 3 lakhs. ദെൻ ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റുകൾ നോക്കുക. നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ക്യാഷ് പർച്ചേസ് വരും, വേജസ് വരും, സാലറി വരും, റെൻറ്റ് വരും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരും, സെല്ലിംഗ് എക്സ്പെൻസസ് വരും. അതിൽ വേജസ്, സാലറി, റെൻറ്റ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യാത്ത, ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യലോ പ്രീപെയ്ഡ് ലെസ് ചെയ്യലോ ഒന്നും ചെയ്യാത്ത എമൗണ്ട് ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് 20,000, 18,000, 12,000 കിട്ടും. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് 5,000, സെല്ലിംഗ് എക്സ്പെൻസസ് ആയിട്ട് 3,000 കിട്ടി. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ എഴുതിയതിൻ്റെ ബാക്കി ഡിപ്രീസിയേഷനും അതുപോലെ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റും ഒക്കെ നമ്മുടെ നോൺ ഓപ്പറേറ്റിംഗ് ആണ്, നമ്മളിവിടെ എടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,98,000 കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്യാഷ് റെസീപ്റ്റ്സും കിട്ടി, ക്യാഷ് പേയ്മെൻറ്റ്സും കിട്ടി. 3 എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് എഴുതുക. ആ ക്യാഷ് റെസീപ്റ്റ്സിൽ നിന്ന് ഈ ക്യാഷ് പേയ്മെൻറ്റ്സ് ലെസ് ചെയ്യുക. ക്യാഷ് റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് 3 lakhs ആണ്. 3 lakhsൽ നിന്ന് ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 1,98,000 ആണ്. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1,02,000 ആണ് നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് കിട്ടുക. പിന്നെ നമ്മൾ പ്രൊഫോമ പ്രകാരം ഇൻകം ടാക്സ് ലെസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എനി അതർ റെസിപ്റ്റ്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ വേറെ ഒരു ഇൻഫർമേഷനും ഇൻകം ടാക്സ് പേയ്മെൻറ്റ് അടക്കം ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് 1,02,000. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ഇത് ചിലപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻ പ്രോബ്ലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് തന്നെ ചോദിക്കാം. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷെഡ്യൂൾ മാത്രം ഒറ്റയ്ക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ മാത്രം ഒറ്റയ്ക്ക് ചോദിക്കാം. അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് മാത്രം ഒറ്റയ്ക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഇതൊരു മെയിൻ പ്രോബ്ലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് കണ്ടുപിടിക്കേണ്ടതായിട്ടും വരും.
അപ്പോൾ അത് ഇത്തിരി തുടക്കത്തിൽ മാത്രം ഇത്തിരി ബുദ്ധിമുട്ടുള്ള, ചെയ്തു വരുമ്പോൾ അത് സിമ്പിളായിട്ട് വന്നോളും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. ഏതൊക്കെയാണോ പേയ്മെൻറ്റ്സും ഐഡൻറ്റിഫൈ ചെയ്യുക. ഓപ്പറേറ്റിംഗ്, ദെൻ ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഓപ്പറേറ്റിംഗ് ഇൻകംസ് കണ്ടുപിടിച്ച് അത് അതിൻ്റെ ഹെഡ്സിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേ പാറ്റേണിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരത്തെ ഡീറ്റെയിൽസ് പോലെ തന്നെയാണ് തന്നിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, അതുപോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളത് തന്നിട്ടുണ്ട്, പിന്നെ കുറേ ഓഫീസ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും സെയിൽസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡിവിഡൻഡ്, റിസീവ്ഡ്, കമ്മീഷൻ, അക്രൂഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ആ ഐറ്റംസും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറയണം, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഏതൊക്കെ ഐറ്റംസ് ആണ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരു സ്ഥലത്തും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ആവശ്യം ഇല്ല. അടുത്ത പർച്ചേസ് ഉണ്ട്, അത് നമ്മുടെ ക്യാഷ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ എഴുതണം, ക്യാഷ് പേയ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് എഴുതേണ്ടത്. ദെൻ വേജസ് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, അതും നമ്മുടെ ക്യാഷ് പേയ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് എഴുതേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത 2,20,000 ആയിരിക്കും നമ്മൾ എഴുതേണ്ടതായിട്ട് വരിക. ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ദെൻ സാലറി ഉണ്ട്, അതും ആ എമൗണ്ട് തന്നെ 1,10,000 എഴുതിയാൽ മതി. സാലറിക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, പ്രീപെയ്ഡ് ഉണ്ട്, ഇതൊന്നും നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട. ഇത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നിരുന്നത് എങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യണമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അക്കൗണ്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ദെൻ ഓഫീസ് എക്സ്പെൻസസ് ഉണ്ട്, അത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, അപ്പോൾ പേയ്മെൻറ്റ്സിന് അണ്ടറിൽ എഴുതാം. സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഉണ്ട്, അതും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്, അതിൻ്റെ അണ്ടറിൽ എഴുതാം. ഡിപ്രീസിയേഷൻ നോൺ ക്യാഷ് ഐറ്റം ആണ്, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ടാക്സ് പെയ്ഡ് നമ്മൾ പ്രൊഫോമ പ്രകാരം ടാക്സ് പെയ്ഡ് ഏറ്റവും ലാസ്റ്റ് ലെസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. റെസിപ്റ്റ്സും പേയ്മെൻറ്റും ഒക്കെ കഴിഞ്ഞ് ലെസ് ചെയ്തതിന് ശേഷം ടാക്സും നമുക്ക് ലെസ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് നമ്മൾ നേരത്തെ പഠിച്ചു നോട്ടിൽ. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, ഗുഡ്വിൽ എക്സ്പെൻസസ് റിട്ടേൺ, ഗുഡ്വിലൊക്കെ നമ്മൾ റിട്ടേൺ ഓഫ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അപ്പോൾ അത് എടുക്കണ്ട. അടുത്ത ഗുഡ്വിൽ റിട്ടേൺ ഓഫ്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെറ്റ് പ്രോഫിറ്റ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പേയ്മെൻറ്റ്സിന് അണ്ടറിൽ വരുന്നത്. പർച്ചേസ് വരും, വേജസ്, സാലറി, ഓഫീസ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, ഇത്രയൊക്കെയാണ് ക്യാഷ് പേയ്മെൻറ്റ്സിന് അണ്ടറിൽ വരിക. ദെൻ ക്യാഷ് റെസിപ്റ്റ്സ് നോക്കാം. അപ്പോഴത്തെ ആദ്യം സെയിൽസ് ആണ് കിടക്കുന്നത്. സെയിൽസ് നമുക്കറിയാം ക്യാഷ് റെസിപ്റ്റ് ആണ്, ആകെയുള്ള മെയിൻ ഐറ്റം തന്നെയാണ് ക്യാഷ് റെസിപ്റ്റ്. അപ്പോൾ ആ ക്യാഷ് റെസിപ്റ്റിന് അണ്ടറിലാണ് അത് എഴുതേണ്ടത്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഡിവിഡൻഡ് റിസീവ്ഡ്, അതും നമ്മുടെ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തോണ്ട് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് റിസീവ് ചെയ്യലല്ല, അപ്പോൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ കമ്മീഷൻ അക്രൂഡ്, നമുക്ക് അക്രൂഡ് ആയിട്ടുള്ള കമ്മീഷൻ ഉണ്ട്, അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ബിസിനസ് അല്ല. കാരണം കമ്മീഷൻ എന്താണ്, കമ്മീഷൻ അക്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ഒന്നും എടുത്തില്ലല്ലോ, അതുപോലെ തന്നെ ഇവിടെയും കമ്മീഷൻ അക്രൂഡ് നമ്മൾ എടുക്കേണ്ട ആവശ്യം ഇല്ല. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മിഷനറി, നേരത്തെ പ്രോബ്ലത്തിൽ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അതിന് നേരത്തെ നഷ്ടമായിരുന്നു, ഇവിടെ ലാഭമാണ്. ലാഭമായാലും നഷ്ടമായാലും അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല. നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സെയിൽസ് നടത്തലാണ്. അത് ഫിക്സഡ് അസറ്റിൻ്റെ സെയിൽസ് ഒന്നല്ല, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സെയിൽസ് മാത്രം. അപ്പോൾ അതും ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെയും എന്ത് മാത്രം തന്നെയുള്ളൂ, സെയിൽസ് എന്ന് പറഞ്ഞൊരു ഐറ്റം മാത്രമുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്കത് പ്രകാരം നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം, നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം പ്രൊഫോമ വരയ്ക്കാം. 3 കോളംസ് പ്രൊവൈഡ് ചെയ്യുക, പെർട്ടിക്കുലർ, ഇന്നർ കോളം, ഔട്ടർ കോളം പ്രൊവൈഡ് ചെയ്യുക. 1 എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് റെസീപ്റ്റ്സ് എഴുതുക. നമുക്ക് ഇതിലും ആകെ ഒരു റെസീപ്റ്റ്സ് മാത്രമുള്ളൂ, ഏതാണ്, ക്യാഷ് സെയിലാണ്. അതിൻ്റെ എമൗണ്ട് എഴുതി 20,20,000. ഞാൻ അതിൻ്റെ ടോട്ടൽ വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയപ്പോൾ പിന്നെ ക്രെഡിറ്റ് സൈഡിലൊന്നും നമുക്ക് ബാധകമായിട്ടുള്ളതില്ല. അപ്പോൾ അത് ടോട്ടൽ ചെയ്ത് പുറത്തേക്ക് എഴുതുക, 20,20,000 എഴുതി. then അടുത്ത എന്താണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് നോക്കുക. ആദ്യം വരുന്നത് ക്യാഷ് പർച്ചേസ് ആണ്, എമൗണ്ട് എഴുതി. പിന്നെ വേജസ്, സാലറി, ഓഫീസ് എക്സ്പെൻസസ്, സെല്ലിംഗ് എക്സ്പെൻസസ്, അതൊക്കെയാണ് നമുക്ക് വരുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. ആ ഡിപ്രീസിയേഷനോ അതുപോലെ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫോ ഗുഡ്വിൽ റിട്ടേൺ ഓഫോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇത്രയ്ക്ക് തന്നെയുള്ളൂ. പിന്നെ അതിൽ വേജസും സാലറിയും എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അഡ്ജസ്റ്റ്മെൻറ്റിനേക്കാൾ മുമ്പത്തെ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങോ പ്രീപെയ്ഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പത്തെ ക്വസ്റ്റ്യനിലുള്ള എമൗണ്ട് ആണ് അവിടെ ഫിഗേഴ്സ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ അതൊക്കെ എഴുതി ദെൻ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് പുറത്തേക്ക് എഴുതാം 19,80,000. ഇനി എന്താണ് ചെയ്യേണ്ടത്, അത് 1ൽ നിന്ന് 2 റെസിപ്റ്റ്സിൽ നിന്ന് പേയ്മെൻറ്റ് ലെസ് ചെയ്യണം. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് ഇസ് ഈക്വൽ ടു 20,20,000 നിന്ന് 19,80,000 ലെസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടി, 40,000 കിട്ടി. അപ്പോൾ അതാണ് നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്.
ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇൻകം ടാക്സ് പെയ്ഡ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിലുണ്ടോ നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻകം ടാക്സ് പെയ്ഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുണ്ടെങ്കിൽ മാത്രം എഴുതുക. ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഔട്ടർ കോളത്തിൽ ബ്രാക്കറ്റിൽ 10,000 എഴുതുക. ബ്രാക്കറ്റിൽ 10,000 എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലെസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. 40,000 നിന്ന് ആ 10,000 നമ്മൾ ലെസ് ചെയ്തു. ബാക്കി എത്ര കിട്ടും? 30,000 കിട്ടും. അതാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് 30,000 കിട്ടി. അപ്പം നേരത്തെ പ്രോബ്ലത്തിനേക്കാളും ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നേരത്തെ എന്തുണ്ടായിരുന്നില്ല? ഇൻകം ടാക്സ് പെയ്ഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ലെസ്സും ചെയ്തില്ല. പക്ഷേ ഈ പ്രോബ്ലത്തിൽ ഇൻകം ടാക്സ് പെയ്ഡ് ഉണ്ട്. അത് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞോണം, ലെസ് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പാടില്ല. ആ എമൗണ്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുമ്പോൾ ബ്രാക്കറ്റിനുള്ളിലിടുക. അങ്ങനെ ബ്രാക്കറ്റ് വന്നാൽ അതിൻ്റെ അർത്ഥം അത് ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം പ്രകാരം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എത്രയൊന്ന് കണ്ടുപിടിച്ചു? 30,000 എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിലത്തെ ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്നാലും നമ്മൾ സ്റ്റെപ്പ് പ്രൊഫോമ വരച്ചല്ലോ. അതിലൊന്നെന്ന് പറഞ്ഞിട്ട് എന്താ എഴുതിയേക്കുന്നത്? കാൽക്കുലേറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡും തേർഡും പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഒന്നാമത്തെ മെത്തേഡായ ഡയറക്റ്റ് മെത്തേഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.